നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളുമാണ് ജീവന്റെ മൂല്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രഖ്യാപനത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടെ മുന്നോട്ട് വെച്ച ഈ ആശയത്തെ വളച്ചൊടിച്ച് സഭയെയും സഭാധ്യക്ഷനെയും കരിവാരി തേക്കുവാനുള്ള മാധ്യമങ്ങളുടെ ആവേശത്തിന് പിന്നിലെ കാരണമെന്താണ്? പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രസക്തമായ വിഷയങ്ങളുടെ അഭാവമാണോ ക്രൈസ്തവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചാനൽ ചർച്ചകളാക്കി സഭയെ കരിവാരി തേക്കുവാനുള്ള മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് പിന്നിൽ? ഈ സാഹചര്യത്തിൽ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാലാ രൂപതയ്ക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്താണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വർ, ദീപിക ദിനപത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് ശ്രീ ജോർജ് കല്ലുവേലിൽ, പാലാ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മുൻ സെക്രട്ടറി ഡോക്ടർ സാബു ദി മാത്യു. 5 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ PC ജോർജ്, കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ വളരെ വികാരഭരിതനായിട്ടാണ് അങ്ങ് പ്രതികരിച്ചത്. പാലാ രൂപത എന്ന കുടുംബത്തിലെ നാഥൻ എന്ന നിലയിൽ സ്വന്തം കുടുംബാംഗങ്ങളോടുള്ള ഒരു കരുതലിന്റെ ഭാഗമായി പാലാ രൂപതാധ്യക്ഷൻ പ്രഖ്യാപിച്ച ഈ സഹായ പദ്ധതികളെ എന്തുകൊണ്ടാണ് ഇത്രയധികം അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ചാനൽ ചർച്ചകൾക്കും വിധേയമാക്കപ്പെട്ടത്? ശ്രീ PC ജോർജ്. അതാണ് എന്റെ ചോദ്യം. എന്റെ സഹോദര, എന്ത് മര്യാദയായത്? അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന തൽപരരായ ആളുകളുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഒറ്റ കാര്യം, കേരളത്തിലെ ആതുരാലയങ്ങൾ നോക്കുക. ബഹുഭൂരിപക്ഷം ആതുരാലയങ്ങളിൽ നേതൃത്വം കൊടുത്തത് ക്രൈസ്തവ സഭയാണ്. അത് ക്രിസ്ത്യൻ സഭ, കത്തോലിക്കനുണ്ട്, ജാക്കബൈറ്റ്സ്, ഓർത്തഡോക്സ് എല്ലാം ഉണ്ട്, CSI ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ സ്കൂളുകൾ നോക്കൂ. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഏറ്റവും അധികം സേവനം ചെയ്തത് ക്രൈസ്തവ സഭയാണ്, നിഷേധിക്കാൻ കഴിയില്ല. അതിനുപരി പ്രത്യേക ആനുകൂല്യം വേണമെന്ന് പറയുന്നുമില്ല. അങ്ങനെയുള്ള ഒരു സഭ, ആ സഭയിൽ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താ? ഞാൻ കണക്ക് മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ? ആളുകളുടെ എണ്ണം കുറയുന്നു. ആളുകളുടെ എണ്ണം കുറയുന്ന പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ പ്രത്യേകം പറയാം. ഇത് ഗവൺമെന്റ് ഔദ്യോഗിക കണക്കാണ് എൻ്റെ ഇരിക്കുന്നത്. അത് 2012 ജനനം പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി 18.6, മുസ്ലിം 31.9, ഹിന്ദു 38.9. അത് 100 പിള്ളേർ ജനിച്ചാൽ ഈ ശതമാനത്തിലാണ് പിള്ളേർ ജനിച്ചോണ്ടിരുന്നത്. അതിപ്പോ എന്തായി? 2018, ഇത് ഔദ്യോഗികമായിട്ട് കേരള സർക്കാരിന്റെ കണക്കാണോ പറയുന്നത്, എന്റെ സ്വന്തമല്ല. 2018 14.3 4% താഴെ പോയി. 4.3% താഴെ പോയി. എന്നാൽ മുസ്ലിം സമൂഹമോ 31.9 ഉണ്ടായിരുന്നത് 43.74, അതായത് 12% കൂടി. ഹിന്ദു സമൂഹമോ 38.9 ഉണ്ടായിരുന്നു. ഇത്രയും ഭൂരിപക്ഷമുള്ള സമൂഹമാണ്. അവരുടെ വർധന 41.69, 2%. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിന്റെ വിവിധ വശങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിന്റെ വശം എന്താന്ന് ചോദിച്ചാൽ, ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഈ നിലയ്ക്ക് ക്രിസ്ത്യാനിയുടെ ജനനിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയും മരണനിരക്ക് എടുത്തു നോക്കി കേരള സർക്കാരിന്റെ കണക്ക്, അതനുസരിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ മരണനിരക്ക് ഒരു വർഷം 20% വരുന്നുണ്ട്. ജനനം 14 മരണം 20 ആയാൽ 20 കൊല്ലം കഴിയുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ കാണൂല. വരാൻ പോകുന്ന നമ്മുടെ ആശുപത്രികൾ ആര് നടത്തും? നമ്മുടെ ആതുരാലയങ്ങൾ പോലെ തന്നെ സ്കൂളുകൾ ആര് നടത്തും? ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളും പാവങ്ങളെ പോറ്റുന്ന അനാഥ മന്ദിരങ്ങളുണ്ട്, അത് ആര് നടത്തും? ഇതൊക്കെ നടത്താൻ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സും വൈദികരുടെ സേവനം ആവശ്യമാണ്. ഇവിടെ ഒരു വീട്ടിൽ ക്രൈസ്തവ കുടുംബങ്ങളെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അച്ഛനാകാനും അമ്മയാകാനും വിടാൻ കഴിയില്ല, വിടുകയല്ല അവര്, അപ്പനും അമ്മയും സമ്മതിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അനാഥാലയങ്ങൾ തകരുകയാണ്. ആതുരാലയങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി, നമ്മുടെ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സ്കൂളുകൾ, ഇതൊക്കെ പ്രശ്നമായി പോവുക. ഈ അനാഥ മന്ദിരങ്ങൾ ഏറ്റവും ഗതികേടാകുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണം. അപ്പൊ ഇവിടെ പാലാ രൂപത ചെയ്ത് എന്താന്നുള്ള അതിന് മനസ്സിലാക്കേണ്ട കാര്യം, വേറെ ഒന്നും ചെയ്തില്ല. പിള്ളേരില്ലാത്തതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നാൽ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് 6 തിരുമേനിയും
ജോൺ മൂന്നാം പിതാവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ജീവനെ കൊല്ലാൻ പാടില്ല. കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ ഗർഭസ് ശിശു വന്നാൽ അതിനെ വധിക്കരുത്, തെറ്റാണ്. അത് പ്രസവിച്ചോട്ടെ. അപ്പം നമ്മൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്താ? സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രസവിക്കാൻ കഴിയാതെ ഗർഭിണിയായി പോയി കഴിഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയുക. ഇത് നിർത്തുക. അതാണ് സഭ പറഞ്ഞുള്ളൂ. നിങ്ങളെ ഒന്നും പേടിക്കണ്ട, നിങ്ങളെ ഒരിക്കലും കൊല്ലരുത്. അങ്ങനെ ഗർഭിണിയായ കുഞ്ഞിനെ പ്രസവിക്കൂ. ആ പ്രസവിക്കാനുള്ള ചെലവ് 4 കഴിഞ്ഞാലല്ലേ, 4 കഴിയുമ്പോഴുള്ള പ്രശ്നം. അത് മുഴുവൻ സഭ ചെയ്തു തരാം. അങ്ങനെ 5 പിള്ളേർ കൂടുതലുണ്ടെങ്കിൽ 1500 രൂപ വെച്ച് മാസം തരാം. നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കൂ, കുഞ്ഞുങ്ങളെ പോറ്റൂ, കുഞ്ഞുങ്ങളെ വളർത്തൂ. ഇത് വാങ്ങുന്നില്ല. കത്തോലിക്ക സഭയുടെ അരമനയുടെ കീഴിലുള്ള സ്വത്തിന്റെ അംശം എന്ന നിലയിൽ ആ വിശ്വാസികൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇത്രമാത്രം വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? മറ്റു മതങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ലല്ലോ. ഇവിടെ സഭ ചെയ്യുന്ന കാര്യം നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയുന്നതിന് പകരം അത് എന്തിനു കൊടുത്തു, എന്തിനു പ്രസവിപ്പിക്കുന്നു? സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി. സ്ത്രീകൾ എവിടെ കടന്നു കയറി എനിക്കറിയത്തില്ല. സ്ത്രീയുടെ സമ്മതമായിട്ടല്ലേ പ്രസവിക്കുന്നത്. പുരുഷനും സ്ത്രീയും സമ്മതിച്ചാലേ ഗർഭം ഉണ്ടാവൂ. എന്തൊരു വിവരക്കടായി പറയുന്നത്. അപ്പോ മനഃപൂർവ്വം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു പറ്റം, ഞാൻ എന്റെ വാക്ക് പറയുന്നില്ല ശക്കയിനെ ആയതുകൊണ്ട് ഞാൻ പറയണേ, സാമാന്യപരാഗി എംബോക്കികൾ എന്നാ പറയണ്ടേ, ആ വാക്ക് ഉപയോഗിക്കുന്നില്ലേ? ഒരു പറ്റം ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുക. അതിന് ഇറങ്ങി ഒരാളൊറ്റ വാക്കോട് പറഞ്ഞ് നിർത്തിയേക്കാം. എറണാകുളം എന്നൊരു ക്രിസ്ത്യാനിയുടെ പേര് ജോർജ് അല്ലെ സൈമൺ എന്നൊക്കെ പറഞ്ഞ എല്ലാം ക്രിസ്ത്യാനിയാണെന്നുണ്ട്. അവിടെ ആലഞ്ചേരി പിതാവിനും കർദിനാളിനും സഭയ്ക്കും എതിരായിട്ട് വഴക്കുണ്ടാക്കി കിടക്കുന്ന ബ്ലാക്ക് മാസിന്റെ കുറെ വളരെ വൃത്തികെട്ടവന്മാരുണ്ട് എറണാകുളത്ത്. അവനെയൊക്കെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത്. അവനൊക്കെ പറയുന്നത് കേട്ട അവനൊക്കെയാണ് ക്രിസ്ത്യാനി എന്ന് നോക്കും. ഇവനെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് അവനൊക്കെ അവിടെ പോയി ഞാൻ കൊടുത്തേനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് ആലോചിച്ച് എന്തൊരു മര്യാദ കട. സഭയുടെ സ്വത്ത് സഭയ്ക്ക് കൊടുക്കാൻ എന്റെ 100 രൂപ ഉണ്ട്. ആ 100 രൂപ എനിക്ക് രണ്ട് പാവങ്ങൾക്ക് 50 രൂപ വെച്ച് കൊടുക്കാൻ എന്നോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ആവശ്യം. ആരും കുശുമ്പ് കൊടുത്തണ്ട. ആ കുശുമ്പത്തൊക്കെ നിർത്തി മര്യാദക്ക് ഇരുന്നാൽ മതി. ആരെ എതിർത്താലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ 1500 ഇനി ഉയർത്താൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ഈ 4ന് മുകളിലല്ല 2 കുഞ്ഞുങ്ങളുള്ള ആളുകളും ബുദ്ധിമുട്ടവരിക്കുന്നത് നമുക്കറിയാം. അവർക്ക് സഹായം ചെയ്യണം, പറ്റുന്ന പോലെ ചെയ്യണം തന്നെ സഭ ആഗ്രഹിക്കുന്നത്. അല്ല 2 കുഞ്ഞുങ്ങളെ ഞാൻ വിഷമിക്കുന്നു എനിക്ക് എന്നാ ഉണ്ടെന്ന് ചോദിച്ചാൽ അതും ആലോചിക്കാം. ഒരു തർക്കം വേണ്ട. വേറെ ഒറ്റ ചെറിയ കൂടെ പറയാം. ഞങ്ങൾ അരിത്രപ്പള്ളി വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, പട്ടികജാതിക്കാർക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മുസ്ലിംകൾക്ക് കൊടുത്തറിയാമോ? അങ്ങനെ മാന്യമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും വളരെ പ്രസക്തമായ ആശയമാണ് ശ്രീ പി സി ജോർജ് പങ്കുവച്ചത്. ക്രൈസ്തവ സമുദായത്തെ കരിവാരി തേക്കുവാനുള്ള വ്യക്തമായ അജണ്ട ഈ അധിക്ഷേപങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള ആശയമാണ് ശ്രീ പി സി ജോർജ് പങ്കുവച്ചത്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ സർക്കുലറിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം പെറ്റുപെരുകുവാനുള്ളൊരു ആഹ്വാനമാണ്. ഈ സർക്കുലർ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് നടക്കുന്നത്. ഈ സർക്കുലർ ജനസംഖ്യാ വിസ്ഫോടനത്തിന് വഴിതെളിക്കുമെന്നൊക്കെ. ശരിക്കും സത്യത്തിൽ പാലാ രൂപതയിൽ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കൊരു സഹായ പ്രഖ്യാപനമാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കുലർ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഒരു 2 കുട്ടികളുള്ള ഒരു കുടുംബം 1500 രൂപ ലഭിക്കാൻ, അല്ലെങ്കിൽ രൂപതയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് ലഭിക്കാൻ വേണ്ടി അവർ ഒരിക്കലും, വിവേകമുള്ളവർ ഒരിക്കലും 5 കുട്ടികൾ പ്രസവിക്കുക എന്നൊരു നിലപാട് എടുക്കത്തില്ല. എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ സർക്കുലറിന്റെ അന്തസത്ത മനഃപൂർവ്വം മറന്നുകളഞ്ഞ് ഈ സർക്കുലറിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു? ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ വിഷയത്തിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയിൽ കുറച്ച് സമയം, ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാനും പങ്കെടുക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ സർക്കുലർ ഞാൻ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ അവതാരകൻ പരാമർശിച്ച പോലെ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ വിമർശനത്തെക്കാൾ അധികമായിട്ട് പുലഭ്യമാണ് ഉണ്ടായത്. മാത്രമല്ല, പാലാ ബിഷപ്പിനെതിരായിട്ട് വ്യക്തിപരമായിട്ട് മറ്റു രീതിയിൽ വലിയ വിമർശനം ഉണ്ടായി. അതിൽ വലിയൊരു വിഭാഗം, ഈ വിമർശിച്ചവരിൽ അല്ലെങ്കിൽ പരിഹസിച്ചവരിൽ അല്ലെങ്കിൽ പുലഭ്യം പറഞ്ഞവരിൽ നല്ലൊരു ഭാഗം ക്രൈസ്തവ നാമധാരികൾ തന്നെയാണ്. കത്തോലിക്കരും കുറവല്ല, ധാരാളം പേരുണ്ട്. ഞാൻ അതിനെ വേറൊരു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് ഒരു വീഡിയോ കുറച്ചു നാൾ മുമ്പ്, ഒരു 6 മാസം മുമ്പ് ചെയ്തിരുന്നു. ആ യൂട്യൂബിൽ നോക്കി ഇപ്പോഴും കാണാം. ക്രൈസ്തവരുടെ ആകുലതകൾ എന്നായിരുന്നു അതിന്റെ ടൈറ്റിൽ.
അപ്പൊ അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ് പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കർ എന്നത്. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമുദായികമായിട്ടും ഇവിടെ പി സി ജോർജ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസപരമായിട്ടും ആ ഒരു രംഗത്തും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു സമുദായമാണ്. അവർക്ക് അതിൻ്റെ ഒരു മേധാവിത്വം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ സമീപ നാളുകൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും തീരെ മോശമാണെന്ന് എനിക്ക് അഭിപ്രായം. പരമ്പരാഗതമായിട്ട് സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിനെ ഒരു ദിശാബോധം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തിയത്. പ്രത്യേകിച്ച് ശ്രീ കെ എം മാണിയുടെ മരണത്തിന് ശേഷം രാഷ്ട്രീയമായിട്ട് ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ആ രീതിയിൽ മുന്നോട്ട് വരുന്നില്ല. കേരള കോൺഗ്രസിൽ നിരന്തരമായിട്ടുണ്ടായ പിളർപ്പുകൾ, കോൺഗ്രസിലാണെങ്കിലും ശക്തമായ ഒരു ക്രൈസ്തവ നേതൃത്വം ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ പല ഘടകങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ സാമൂഹ്യമായിട്ട് നമുക്കറിയാം മറ്റു സമുദായങ്ങളുള്ള വെല്ലുവിളി പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഈ ക്രൈസ്തവ സഭയ്ക്കകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് എറണാകുളം രൂപതയിലെ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ച പോലെ ഒരു വൈദികരും മറ്റാളുകളൊക്കെ കലാപക്കൂടി നടത്തി ആർച്ച് ബിഷപ്പിന്റെ വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊന്നും പണ്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത എന്ന് പറയണോ അതോ ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞോ എന്നുള്ളത് വേറെ കാര്യമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പല വിഷയങ്ങളും ഒരേ സമയത്ത് സഭയെ ബാധിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്, ബാഹ്യമായ പ്രശ്നങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ കുരിശുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അടക്കം ഇതൊന്നും പണ്ടില്ലാത്ത ചില കാര്യങ്ങളാണ്. ഈ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൈസ്തവരുടെ ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള കുറവ്. ജനസംഖ്യയിലുള്ള കുറവല്ല, ജനസംഖ്യ അനുപാതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ്. അത് ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞു. അതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ ഇവിടെ പറയാം. 1957 EMS മന്ത്രിസഭയുടെ സമയത്ത് വിദ്യാഭ്യാസ ബില്ലുണ്ടായിരുന്നു. മുട്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ നിയമത്തിന്റെ സാധുത സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് രാവിലെ സുപ്രീം കോടതി ജഡ്ജിമെന്റ് നോക്കിയതാണ് ഈ ചർച്ചയ്ക്ക്. അന്ന് കേരളത്തിന്റെ ജനസംഖ്യ 1,42,00,000. അതിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ 34 ലക്ഷമാണ്, മുസ്ലിങ്ങളുടേത് 25 ലക്ഷമാണ്. അതായത് മൊത്തം ജനസംഖ്യയുടെ 24.6% ക്രൈസ്തവരും 17.5% മുസ്ലിങ്ങളും. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പൊ ഏതാണ്ട് നേരെ വിപരീതമായിരിക്കും. മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഏതാണ്ട് 30% അല്പം കൂടുതലോ കുറവാണ്. ജനസംഖ്യ നമ്മൾ പലപ്പോഴും പറയുന്നത് വോട്ടർമാരുടെ കണക്കാണ്. അത് ഏതാണ്ട് 27% ഇന്ത്യയിൽ കൂടും. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് എണ്ണത്തിൽ കൂടുതൽ. അതുകൊണ്ട് ഏതാണ്ട് 30% അധികമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ക്രൈസ്തവ ജനസംഖ്യ നമുക്കറിയാം ഇപ്പൊ 18%, 17% ഒക്കെ ഇട്ട് കുറഞ്ഞിരിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ നേർ വിപരീതമായ ഒരു ട്രെൻഡ് 60 കൊല്ലം കൊണ്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് മുസ്ലിങ്ങളുടേത് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ബാല്യവിവാഹങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ജനിക്കുന്നു. ക്രിസ്ത്യാനികളുടെയും നായന്മാരുടെയൊക്കെ 2 തലമുറ ആകുമ്പോഴേക്കും അവരുടെ 3 തലമുറയുണ്ടാവും. അപ്പോ ജനസംഖ്യാ വിസ്ഫോടനം വളരെ വ്യക്തമായിട്ടും പ്രകടമായിട്ടും കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകളുടെ കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇപ്പൊ എന്റെ വീട് ആലുവയിലാണ്. ആലുവ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും മുന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശം. അവിടെ 2 കുട്ടികൾ അല്ലെങ്കിൽ 1 കുട്ടിയിലേക്ക് ഉള്ള വീടുകൾ ഉണ്ട്. നേരെ മറിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പോയാൽ നമുക്കറിയാം സാമൂഹ്യമായ പിന്നോക്കാവസ്ഥകളുണ്ട്, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥകളുണ്ട്. ബാല്യവിവാഹങ്ങൾ ഇപ്പോഴും പ്രചാരത്തിലുള്ളതുകൊണ്ട് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ആനുപാതികമല്ലാത്ത രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറയുന്നു. ഇതിന്റെ മറ്റൊരു വശവും കൂടി ഉണ്ട്. തിരുവിതാംകൂർ ഭാഗത്ത് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. നമ്മൾ നോക്കിക്കോളും. കോട്ടയം ജില്ലയിൽ വാഴൂർ മണ്ഡലം ഇല്ലാതായി, ആലപ്പുഴ ജില്ലയിൽ പന്തളം ഇല്ലാതായി, പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട എന്ന് പേരുള്ള മണ്ഡലം തന്നെ ഇല്ലാതായി, അതുപോലെ കല്ലൂപ്പാറ ഇല്ലാതായി. ഇത് ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ജനസംഖ്യ കുറഞ്ഞു പോയതുകൊണ്ടാണ്. നേരെ പറഞ്ഞ മലപ്പുറം ജില്ലയിലേക്ക് നോക്കുക. വേങ്ങര പണ്ടില്ലാത്തൊരു മണ്ഡലമാണ്, ഇപ്പോൾ ഉണ്ടായി വന്നു. അവിടെ 4-5 മണ്ഡലങ്ങൾ പുതുതായിട്ടുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ വർദ്ധിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ രാഷ്ട്രീയമായ ശക്തി വർദ്ധിക്കുകയാണ്, ബലപേശൽ ശക്തി വർദ്ധിക്കുകയാണ്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി വർദ്ധിക്കുക. അപ്പൊ ഈ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ഒരു മാറ്റം
ഒരു ഭാഗത്ത് കുറയുന്നു, ഒരു ഭാഗത്ത് വല്ലാതെ കൂടുന്നു. സ്വാഭാവികമായിട്ടും അത് സാമൂഹികമായിട്ടും ഉണ്ടാക്കാവുന്ന പിരിമുറുക്കം, അതിന്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഈ കല്ലറങ്ങാട്ട് പിതാവിന്റെ ഇപ്പോഴത്തെ പുതിയ നയത്തിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അദ്ദേഹത്തെ ആരെയും വ്യക്തിപരമായിട്ട് ഈ രീതിയിൽ ആക്ഷേപിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന്റെ പുറകിലുള്ള ആശങ്കകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇത് വെറും ഒരു സർക്കുലർ അല്ല. ഈ സർക്കുലറിനെ പുറകിലുള്ള ആശയം, അത് എന്തുകൊണ്ട് ഇങ്ങനൊരു സർക്കുലറിലേക്ക് പോകേണ്ട വന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. ഈ സർക്കുലറിന് വേണമെങ്കിൽ നാളെ അദ്ദേഹത്തിന് പിൻവലിക്കുക, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് വലിയ പരിഹാസവും ആക്ഷേപവും ഉണ്ടായിരുന്ന രൂപത അതിൽ പിന്മാറി എന്ന് വേണമെങ്കിൽ നാളെ ഒരു പത്രക്കുറിപ്പ് ഇറക്കാം. പക്ഷെ പ്രശ്നം തീരുന്നില്ല. ഇത് 5 കുട്ടികളുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു കുട്ടികളുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൽ തകരാറില്ല. സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ക്രൈസ്തവമായ ഒരു ദൗത്യം പാല രൂപതയിലെ എല്ലാ രൂപതകൾക്കും ഉണ്ട്. അത് ക്രിസ്തീയ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആധുനിക സേവന രംഗത്തൊക്കെ ആണെങ്കിലും അതിനൊക്കെ ആനുകൂല്യം നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ഒരു കടപ്പാടുകൂടി പറയാം. എന്നെ അമ്മ പ്രസവിച്ചത് എറണാകുളത്തെ ലിസി ആശുപത്രിയിലാണ്, ആർച്ച് ബിഷപ്പിന്റെ ഉടമസ്ഥയിലും. എന്റെ ഈ കണ്ണിന് ഇത് ചെയ്തത്, കണ്ണട വെച്ചതും അതിന്റെ തുടർ ചികിത്സ ചെയ്യുന്നതും അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ്. ഞാൻ പഠിച്ചത് ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ്. ഞാൻ ഇതിന്റെയൊക്കെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ രീതിയിലുള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും എനിക്ക് ആ വിവിധ ക്രൈസ്തവ സഭകളും ഉണ്ട്. നമ്മൾ പക്ഷെ ഈ കാര്യങ്ങളെ അഭിമുഖിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വിശാലമായ ഒരു തലത്തിൽ എന്തുകൊണ്ട് ഇത് ചെയ്യും, എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, എന്തുകൊണ്ട് ഇതിലേക്ക് പോയി. വെറുതെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു ത്വര മാത്രമല്ല, പക്ഷെ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സമഗ്രമായ സമൂലമായ ഒരു ആലോചന എല്ലാ തലത്തിലും ഉണ്ടാകണം. ഇപ്പൊ ഇത് കാണുന്നവരിൽ അധികം ക്രൈസ്തവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ആലോചന ഉണ്ടാണ്. എന്തുകൊണ്ട് മുമ്പില്ലാത്ത ഒരു നിലപാടിലേക്ക് പാലാ രൂപത പോയി, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഇത്ര തന്നെ പ്രകടമല്ലാത്ത രീതിയിൽ പോകാൻ നിർബന്ധിതമായി, എന്തുകൊണ്ട് മറ്റ് രൂപതകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നിർബന്ധിതമായി എന്ന് ആലോചിക്കുമ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ക്രൈസ്തവർ എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പ്രാബല്യം കുറയുകയാണ്. ജനസംഖ്യയിലെ കുറവ് മാത്രമല്ല, എല്ലാ രംഗത്തും ക്രൈസ്തവർ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ ആന്തരികമായിട്ട് അവർക്കുണ്ടാവും. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല വർധനമുണ്ടാവും, അവരുടെ ശക്തി വർദ്ധിക്കും, അവരുടെ വിലപേശൽ ശക്തി വർദ്ധിക്കുന്നു, ഇച്ഛാശക്തി വർദ്ധിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. അവർക്ക് 5ാമതൊരു മന്ത്രി വേണം എന്ന് പറയുന്നു. 5ാം മന്ത്രിയെ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് ഇവിടെ KPCC യോഗം ചേർന്ന്, KPCC എക്സിക്യൂട്ടീവ് ചേർന്ന് തീരുമാനിക്കുന്നു. ഒരു കാരണവശാലും കൊടുക്കരുത്. ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞു MM ഹസനും ഷാനവാസും ആര്യാട മുഹമ്മദും. കാരണം കോൺഗ്രസിലെ മുസ്ലിങ്ങൾക്ക് പിന്നെ യാതൊരു പ്രസക്തിയില്ലാത്ത അവസ്ഥ. ഉമ്മൻചാണ്ടി അത് സമ്മതിച്ച് ഡൽഹിക്ക് പോകുന്നു. പക്ഷെ ഡൽഹി പോയി തിരിച്ചു വന്ന് ഉമ്മൻചാണ്ടി അപ്പൊ തന്നെ മഞ്ഞളാംകുഴി അലിയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാരണം അവരുടെ ഏത് ഡിമാൻഡ് വന്നാലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് UDF പോയി. അതിന്റെ വിലയാണ് ഇപ്പൊ UDF കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായ കേൾക്കുമ്പോൾ അപ്രസക്തമായിട്ട് തോന്നുമെങ്കിലും ഇത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. UDF ഉണ്ടായ തിരിച്ചടി എങ്ങനെ സംഭവിക്കും? എത്ര വലിയ തിരിച്ചടിയാണ് UDF ഉണ്ടായിട്ടുള്ളത്, കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് ആലോചിച്ചാൽ സംഭവത്തിന്റെ കിടപ്പ് വളരെ വ്യക്തമാണ്. പല ഘടകങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ശ്രീ ജോർജ് കല്ലുവേലി, നമുക്കറിയാം ഈ പ്രതിസന്ധികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു രൂപതയിലെ ഇടയൻ സ്വന്തം രൂപതയിലെ അംഗങ്ങളോടുള്ള ഒരു കരുതലിൻ്റെ പേരിൽ ഇറക്കിയ ഒരു സർക്കുലർ, ആ സർക്കുലറിൻ്റെ പേരിൽ നമ്മുടെ ചില മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രകോപിതരാകുന്നത്? മാത്രമല്ല, ഇന്നലത്തെ പല ചാനലുകളിലും ചില റിപ്പോർട്ട് വന്നു, വിശ്വാസികൾ ഈ സർക്കുലറിന് എതിരായി നിലപാടെടുത്തു എന്നൊക്കെ. സഭയ്ക്കെതിരെ, സഭയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ചിലരുടെ ആശയങ്ങളും അല്ലെങ്കിൽ ചിലരുടെ നിലപാടാണോ ഈ വിശ്വാസികളുടെ നിലപാടായി ചാനലുകൾ ഉയർത്തി കാണിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ ഇടയൻ തൻ്റെ അംഗങ്ങളോട് കാണിച്ച ഈ കരുതൽ ചാനലുകളെ, മാധ്യമങ്ങളെ ഇത്രമാത്രം പ്രകോപിതരാക്കുന്നത്? ശ്രീ ജോർജ് കല്ലുവേലിൽ. ജോർജി, ആദ്യമേ തന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ PC ജോർജും അഡ്വക്കേറ്റ് ജയശങ്കറും പറഞ്ഞ പൊതുവായ കാര്യങ്ങളോട് യോജിക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാം. ഞാനൊരു മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞ 27 വർഷമായിട്ട് ഡൽഹിയിൽ മാത്രമുള്ള ഒരാളാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ചില ഇന്നത്തെ അജണ്ടകൾ ഉണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ഒരു കത്തോലിക്ക സമുദായം എന്നുള്ള നിലയിൽ മാധ്യമ രംഗത്ത് ഏറെ പിന്നിലാണ്. സ്വന്തമായി ഒരു ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ മറ്റു മതസമുദായങ്ങൾക്കൊക്കെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും
ഇന്ന് കേരളത്തിലില്ല. ദീപിക പത്രം മാത്രമാണ്. അതുപോലും നമുക്കറിയാം ഒരു 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 ഇതിനെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ മാധ്യമ രംഗത്തേക്ക് കടന്നു വന്നവരിൽ മഹാഭൂരിപക്ഷവും ഒന്നെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ആണ്, അല്ലെ എക്സ്ട്രീം റൈറ്റ് ആണ്. ഇതിന്റെ മധ്യവർത്തികളായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് മാധ്യമരംഗത്ത്. പലരും ഇന്ന് മാധ്യമ പ്രവർത്തനത്തെ, ജേർണലിസത്തെ ആക്ടിവിസമായിട്ടും, അത് പലതരത്തിലുള്ള ആക്ടിവിസം ഉണ്ട്, റിലീജിയസ് ആക്ടിവിസം ഉണ്ട്, മറ്റു പല ആക്ടിവിസങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊരു ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് ജേർണലിസവും ആക്ടിവിസവും അടുത്തടുത്ത് പോകുന്നതാണെങ്കിലും നേർരേഖകളാണ്, അത് കൂട്ടിമുട്ടാൻ പാടില്ല. അതിനെ വളരെ അടുത്തു പോകുന്നതാണ്. ഒരിക്കലും അതിനെ യോജിപ്പിച്ച് ഇതിന്റെ മറവിൽ അത് ചെയ്യരുത്, അതിന്റെ മറവിൽ ഇത് ചെയ്യരുത്. ജേർണലിസത്തിന്റെ മറവിൽ ആക്ടിവിസവും, പക്ഷെ അതാണ് ഇന്ന് നടന്നു വരുന്നത്. അതുകൊണ്ട് അവര് എവിടെയൊക്കെ കുറ്റം കണ്ടെത്തുന്നു എന്നതിനെ കുറിച്ചല്ല നമ്മൾ ബോധവാനാകേണ്ടത്. നമ്മൾ ഇന്നത്തെ ഈ സർക്കുലറിനെ എന്താണ് എങ്ങനെ ഇതിനെ വളച്ചൊടിച്ചു. ഞാൻ ഈ സർക്കുലർ കൃത്യമായി വായിച്ചു പഠിച്ചു. എന്റെ മുന്നിൽ ഈ സർക്കുലർ ഇരിപ്പുണ്ട്. ഇവിടെ വളരെ സത്യസന്ധമായി അദ്ദേഹം കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്, ഒരു കുടുംബത്തിന്റെ സൗഭാഗ്യവും അനുഗ്രഹവും സമ്പത്തും കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സർക്കുലറിൽ വളരെ ചുരുക്കിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടില്ല കല്ലറങ്ങാട്ട് പിതാവ്. അദ്ദേഹം പറയുന്നു, കുടുംബങ്ങൾ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കാലമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലി ഇവയെല്ലാം ഇന്ന് വളരെ ക്ലേശകരമായ ദൗത്യങ്ങളാണ്. കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരാശ്വാസം എന്ന നിലയിലും കുടുംബ വർഷ ക്ഷേമ പദ്ധതികൾ, നമുക്കറിയാം മാർപ്പാപ്പ 2022 മാർച്ച് 19 വരെയുള്ള ഈ കഴിഞ്ഞ മാർച്ച് 19 മുതൽ ഒരു വർഷക്കാലം കുടുംബ വർഷമായി ആചരിക്കുകയും എല്ലാ വർഷവും ജൂലൈയിലെ 4ാമത്തെ ഞായറാഴ്ച എൽഡേഴ്സ് ദിനമായിട്ടും ഗ്രാൻഡ് പേരൻസ് ദിനമായിട്ടും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർക്കുലർ. അപ്പൊ ഇത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല അദ്ദേഹം. ഇവിടെ ഒരു തരത്തിലുള്ള വിമർശനം മറ്റാർക്കുമെതിരെയില്ല. കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരാശ്വാസം എന്ന നിലയിലും കുടുംബ വർഷ ക്ഷേമ പദ്ധതികൾ എന്ന നിലയിലും ഏതാനും കർമ്മ പദ്ധതികൾ പാലാ രൂപതയിൽ നടപ്പിലാക്കുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നാണ് അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, എന്റെ കൂടെ പിതാവ്, ഞാനും ഒരു പാലാ രൂപതക്കാരൻ, ഞങ്ങളൊക്കെ അഭിമാനത്തോടെയാണ് ഈ സർക്കുലറിനെ കാണുന്നത്. കാരണം അവിടെ വിഷമം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന രൂപതയിലെ വിശ്വാസ സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുവാൻ, നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ക്യാപിറ്റേഷൻ ഫീ ഈടാക്കുന്നത് നിർത്തിയത്, നിയമനങ്ങൾക്ക് കോഴമാകുന്നത് നിർത്തിയത്, ഏറ്റവും ആദ്യം നിർത്തിയത് പാലായിലാണ്. വർഷങ്ങളായിട്ട് പാലായിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും, അത് സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിക്കൊള്ളട്ടെ, അവിടെ ഒന്നും ഈ നമുക്കറിയാം നിയമനങ്ങൾക്ക് പണം വാങ്ങിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലും നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു രൂപത, അവരുടെ രൂപതയ്ക്കകത്ത് നടത്തിയ വിശ്വാസി സമൂഹത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിൽ എന്റെ പിതാവ് ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ എന്റെ മക്കൾക്ക് പല ഉപദേശങ്ങളും കൊടുക്കും. അത് മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ല. അത് ഇന്ത്യൻ പൗരാവകാശങ്ങൾക്കെതിരാണെങ്കിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ 100% അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നത്തെ തെരുവിലേക്ക് വലിച്ചഴച്ച് അഭിമന്യ പിതാവിനെയും പാലാരൂപതയും അവഹേളിക്കുവാനും കത്തോലിക്കരെ പൊതുവെ അവഹേളിക്കുവാനും ഒക്കെ ഒരു ശ്രമം നടക്കുന്നു. ഇന്നലെ ഈ PC ജോർജ് പറഞ്ഞ ഒരു കണക്കുണ്ട്. അതായത് ഈ 5 മക്കൾ ഉണ്ടായിട്ടുള്ളതിന് ഒരു 2018 കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ആകെ 208 പേരാണ് 5ാമത് ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളത്. ആകെ 208 പേര്. മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തില് ഇതേ വർഷം 2464 പേര് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള കണക്കുകളുണ്ട്. നമ്മൾ 2019 മൊത്തം നവജാത ശിശുക്കളുടെ കണക്ക് ഞാൻ എടുത്തു. അത് ന്യൂനപക്ഷ സമുദായത്തിന്റെ മാത്രം എടുത്തു നോക്കി 2,12,783 മുസ്ലിം കുട്ടികൾ ഉണ്ടായപ്പോൾ വെറും 69,334 പേര്. അതായത് ഇതിനകത്തുള്ള വ്യത്യാസം, ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള ഗ്രോത്ത് റേറ്റില്, നവജാത ശിശുക്കളിലെ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ ഈ 2 സമുദായങ്ങൾ തമ്മിൽ 1,43,539 പേരുടെ വ്യത്യാസമുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ ജയശങ്കർ പറഞ്ഞ, അല്ലെങ്കിൽ PC ജോർജ് പറഞ്ഞ ഒരു കണക്കിലേക്ക് വരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള സെൻസസ് ഉണ്ട് 1951. അന്നത്തെ കേരളത്തിലെ ജനസംഖ്യ അനുപാതം
60.9% ഹിന്ദുക്കളാണ്. ഇത് സെൻസസിന്റെ മാത്രം കണക്കാണ്. അതായത് 83 ലക്ഷം ഹിന്ദുക്കളുള്ളപ്പോ ക്രിസ്ത്യാനികളായിരുന്നു 2ാം സ്ഥാനത്ത്, 20.9%. ഇത് സെൻസസിന്റെ കണക്കാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സെൻസസ് കണക്കാണ്. അന്ന് 2ാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനികൾ 21% ഉണ്ട്. 20.9, അതായത് 28.25 ലക്ഷം പേര് അന്ന് ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്. അന്ന് പക്ഷേ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 17.5 അതായത് ക്രിസ്ത്യാനികൾ 21 ഉള്ളപ്പോൾ 17.5% മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ആ മുസ്ലിം ജനസംഖ്യ ഈ പുതിയ സെൻസസ് എത്തിയപ്പോൾ വല്ലാതെ അങ്ങ് മാറി. നമ്മളെ ജനസംഖ്യാ വിസ്ഫോടനത്തില് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു മതപരമായ ആ ഒരു ഇക്വിറ്റി തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു സംവിധാനം തന്നെ പാടെ തകർത്തുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം കുതിച്ചു കയറുകയാണ്. 2001-ലെയും 2011-ലെയും മാത്രം ഒന്നെടുത്ത് കഴിഞ്ഞ 10 വർഷത്തെ സെൻസസുകൾ മാത്രം താരതമ്യം ചെയ്താൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ച 12.23%. ഇതേ സമയത്ത് ക്രൈസ്തവരുടെയോ വെറും 1.38. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ജോർജ് കല്ലുവലിൽ, നമുക്കറിയാം ഈ ജനസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതിസന്ധികൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ കുറച്ചുകൂടി ഈ സർക്കുലറിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങളിലെ ചർച്ചകൾ സഭയെ കരിവാരി തേക്കുക എന്ന ഒരു ഏകപക്ഷീയമായ ഒരു നിലപാടിലേക്ക് വഴിമാറിപ്പോകുന്നു? വളരെ ക്ലിയർ ആയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലേ, എവിടെയൊക്കെ ഈ കത്തോലിക്ക സമുദായത്തെ അല്ല ക്രിസ്ത്യൻ വിഭാഗത്തെ പൊതുവെ അവഹേളിക്കാമോ, അതിപ്പോ നമ്മൾ പഴയ ചരിത്രങ്ങളിൽ നമുക്ക് ഇവിടെ കോളേജുകള്, നമ്മൾ ശാസ്ത്രീയ കോളേജുകൾ വന്ന കാലത്ത് നമുക്കറിയാം, തിരുവല്ല പുഷ്പഗിരിക്കെതിരെ ഈ രാജ്യത്ത് നടന്ന സമരങ്ങൾ നമുക്കറിയാം, കോലാഹലങ്ങൾ. ഇന്നിവരെ ഒന്നുമില്ല. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും വിഴുങ്ങി. അന്ന് പറഞ്ഞവര് എന്തുകൊണ്ട് തെരഞ്ഞു പിടിച്ച് ഒരേ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കെതിരെ മാത്രം വരുന്നു? കാരണം ഇവിടെ ഏറ്റവും അധികം വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവന ചെയ്ത ഒരു പള്ളിക്കൂടം എന്ന് പറഞ്ഞ് വിജ്ഞാപനമിറക്കിയ ചാവറയച്ചന്റെ കാലം മുതൽ, വിശുദ്ധ ചാവറയച്ചന്റെ കാലം മുതൽ, പിന്നീട് നമുക്കറിയാം സംസ്കൃത കോളേജുകളിൽ, അന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും അധസ്ഥിതർക്കും ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ പ്രവേശനം നൽകാതിരുന്നപ്പോൾ അവർക്കൊക്കെ പ്രവേശനം നൽകുകയും മാതൃക കാട്ടുകയും ചെയ്തു. അതായത് കാൾ മാർക്സിനേക്കാൾ മുമ്പ് യേശുക്രിസ്തു പഠിപ്പിച്ച സോഷ്യലിസവും അതിനുശേഷം ഇവിടെ ശ്രീനാരായണ ഗുരു പറയുന്നതിന് മുമ്പേ ചാവറായ അച്ഛനെ പോലുള്ള വിശുദ്ധന്മാര് ചെയ്തതും അവർ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. അവര് ഈ രാജ്യത്തെ, ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അന്നത്തെ പിന്നോക്കാവസ്ഥ ഇന്നത്തേതുമായിട്ട് ബന്ധമില്ല, വളരെ പീഡനങ്ങള് അവരേറ്റിരുന്നു. ഏറ്റവും പിന്നോക്ക വിഭാഗം, ദളിതര്, ആദിവാസികള്, ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ളവർ. അതുകൊണ്ടൊക്കെയാണ് ഈ സമൂഹത്തില് ഇത്രയേറെ വിവേചനം, ജാതീയമായ വിവേചനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് അന്ന് പോലും ഇത് തിരുത്തിയെടുത്തതും പാവങ്ങൾക്ക് ആശ്വാസമേകിയതും ഈ ക്രൈസ്തവ വിദ്യാലയങ്ങളാണ്. അതുകൊണ്ടാണ് രാജ്യത്താകെ അപ്പോഴും നമുക്കറിയാം, ഇതൊക്കെ വളരെ കൃത്യമായ ഒരു അജണ്ട ഇവിടെയുണ്ട്. മാധ്യമങ്ങളുടെ ഈ അജണ്ടയെ കണ്ടെത്തിക്കൊണ്ട് ക്രൈസ്തവര് ഇവരെ കുറ്റം പറഞ്ഞല്ല ചെയ്യേണ്ടത്, നമ്മൾ സ്വന്തം പ്രതിരോധം തീർക്കുകയാണ്. നമുക്ക് അതിനുള്ള ഒരു കൂട്ടായ്മ ഒരു പക്ഷേ ക്രൈസ്തവർക്ക് ഇവിടെ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കുറച്ചു മുമ്പ് എന്റെ പ്രിയ സുഹൃത്ത് ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു. ക്രൈസ്തവർക്ക് സ്വന്തമായ, മറ്റുള്ളവര് നമ്മളെ കുറ്റം പറയാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായ നമ്മുടെ നിലപാടുകൾ പറയുവാൻ വളരെ ശക്തമായ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാകണം, മാധ്യമ പ്രവർത്തകർ ഉണ്ടാകണം. അവർക്ക് സഭ വലിയ തോതിലുള്ള പിന്തുണ കൊടുക്കണം. ഇവിടെ സംഭവിക്കുന്നത് ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കൾക്കായിക്കോട്ടെ, ക്രൈസ്തവരായ മാധ്യമ പ്രവർത്തകർക്കായിക്കോട്ടെ, സഭ അങ്ങനെ ഒരു കാര്യം കുറിച്ച് ചിന്തിക്കാറില്ല. അതിലേക്ക് ആളുകളെ വിടുന്നതിലും അവിടെ പരിശീലിപ്പിക്കുന്നതിലും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതിലും. ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഡൽഹിയിൽ 2001 ഇവിടെ ആദ്യം എത്തുമ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ പല പ്രധാന പത്രങ്ങളിൽ, എക്കണോമിക് ടൈംസിലായിക്കോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യയിലായിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസിലായിക്കോട്ടെ, ഇവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ബ്യൂറോകളെ നയിക്കുന്നത് പല RSSുമായി ബന്ധമുള്ള പത്രപ്രവർത്തകരാണ്. അവരെയൊക്കെ അന്ന് വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് അഡ്വാനി നേരിട്ട് വിളിച്ച് മാധ്യമ മുതലാളിമാരെ വിളിച്ചു പറഞ്ഞ് പലയിടത്തും സ്വാധീനം ചെലുത്തിയും ഒക്കെ അവർക്ക് ഈ വാർത്തകൾ കൊടുക്കുന്ന മാത്രമല്ല, ഇവർക്ക് പ്രധാനപ്പെട്ട തസ്തിക. അപ്പൊ ആ നിലയിൽ കൃത്യമായ ഒരു അജണ്ട പല ഭാഗത്തുമുണ്ട്.
മാധ്യമ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ ദീപികയും ഷെക്കേന ന്യൂസും അല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ ഡോക്ടർ സാബുദ്ദീൻ മാത്യു, നമുക്കറിയാം സ്ത്രീകൾക്ക് എന്നും വളരെയധികം മാന്യതയും അന്തസ്സും നൽകിയൊരു സമുദായമാണ് ക്രൈസ്തവ സമുദായം. എന്നാൽ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നപ്പോൾ വളരെ തരം താഴ്ന്ന രീതിയിൽ സ്ത്രീകളെ പ്രസവിക്കുന്ന ഒരു യന്ത്രമായൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സർക്കുലറാണ് എന്ന രീതിയിൽ പല ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വന്നു. എന്തുകൊണ്ടാണ് ജീവന്റെ മൂല്യത്തെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു സർക്കുലറിനെതിരെ ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉയർന്നു വന്നത്? ഡോക്ടർ സാബുദ്ദീൻ മാത്യു. കേരളത്തിന്റെ സാംസ്കാരികമായ പശ്ചാത്തലത്തെ കുറിച്ച് അറിയാവുന്ന ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയില്ല എന്നുള്ളത് പൂർണ്ണമായും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, നാം എല്ലാം കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് 12 മക്കളെ പെറ്റ അമ്മയുടെ ആ കുലത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം. കേരളത്തിലെ മുഴുവൻ ആളുകളും 12 മക്കളെ പെറ്റ ആ അമ്മയുടെ കീഴിൽ വളർന്നു വന്നവരാണ് എന്ന വലിയ ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും മറന്നുകൊണ്ടുള്ള വാക്കുകളാണ് ഈ ചാനലുകളിൽ ഉടനീളം സംസാരിച്ചവർ പലപ്പോഴായി പറഞ്ഞത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. വലിയ പാരമ്പര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയും അതിനെ പുകഴ്ത്തുകയും ചെയ്യുമ്പോഴും ഈ മക്കള് 4 5 പേര് അല്ലെ 5 6 പേര് ഉണ്ടാവുന്നതില് ഏതോ തരത്തിലുള്ള ഒരു വലിയ അപരാധം എന്ന രീതിയിലാണ് പലരും അതിനെ കണ്ടത്. ഞാൻ ഇന്നലെ ചാനൽ ചർച്ചകളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. ഡോക്ടർമാര് അവര് പറയുന്നു സിസേറിയൻ ആണെങ്കിൽ 4ാമത്തെ 5ാമത്തെ അപകടകരമായ നീക്കമാണ്. 5 തവണ സിസേറിയൻ നടത്തി കഴിഞ്ഞാൽ ആ ആള്, ഡോക്ടർമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ സ്വാഭാവികമായ ഒരു ജനന പ്രക്രിയയാണ് നടക്കുന്നതെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, പാലാരൂപതയെ കുറിച്ച് അറിയത്തില്ലാത്ത ആളുകളാണ് ഈ പറയുന്നതൊക്കെ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയട്ടെ. 2000 ആണ്ടിൽ ജൂബിലി വർഷത്തിൽ ആ വർഷം പിറന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് അഭിമന്യ പിതാവുക്കന്മാര് നേരിട്ട് വന്ന് ആ വർഷം ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പിടിച്ചു കൊടുക്കുകയുണ്ടായി. സ്വർണ്ണത്തിൽ തീർത്ത കുരിശാണ് കൊടുത്തത്. അത് ഈ കേരളത്തിലെ സമൂഹം എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? വേണമെങ്കിൽ അതിന്റെ മുഴുവൻ ലിസ്റ്റും പരസ്യമായി പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവന്റെ മഹത്വത്തെ ആദരിക്കുന്ന ഒരു വലിയ സംസ്കാരം എന്നും ക്രിസ്ത്യൻ സമുദായങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായം, അതിൽ തന്നെ പാലാരൂപത ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പലർക്കും പലപ്പോഴായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ജീവന്റെ മഹത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സന്തോഷമായി കാണുന്നത് കൊണ്ട് മാത്രം സഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പാലാരൂപതയിലെ ആ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ വലിയ ചർച്ചകൾക്ക് ഇതിനു മുൻപ് അവസരം തന്നിട്ടുണ്ട്. KCBCയുടെ ഈ നമ്മുടെ കുടുംബ കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നയാൾ പാലാരൂപതക്കാരനായിരുന്നു. പാലാരൂപതക്കാരനായ കോട്ടയിലച്ഛൻ എന്ന ആയിരിക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ സമയത്താണ് മക്കളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ വലിയൊരു ചർച്ച കൊണ്ടുവന്നത്. ആ ചർച്ച കൊണ്ടുവന്നതിന്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ സമുദായത്തിൽ, അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ മക്കളുടെ എണ്ണം കുറയുന്നു എന്ന വലിയ ഒരു ചിന്ത പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത്. മക്കളുടെ എണ്ണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ പാലാരൂപതയിൽ ചെയ്ത ഒരു കാര്യം, അത് തീർച്ചയായും ചില ബോധ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. ഞാൻ ഇവിടെ നമുക്ക് മുൻപ് സംസാരിച്ച ജോർജ് കള്ളിവേലിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പാലാരൂപതയിൽ എത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ പറയട്ടെ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 3 കോളേജുകൾ സ്വന്തമായി വേണ്ട രീതിയിൽ ഭംഗിയായി നടത്തുന്ന പാലാരൂപതയിൽ ഒരു നിയമനത്തിന് പോലും ഒരു പൈസ വാങ്ങുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ അഭിമന്യ പിതാക്കന്മാരുടെ ജൂബിലി വർഷങ്ങളിൽ ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ബഹുമാനായ PC ജോർജ് ഇവിടെ പറയുകയുണ്ടായി. വീടുകൾ പണിയിച്ചു കൊടുക്കുന്നുണ്ട്. അത് സമുദായം നോക്കാതെയാണ്. അപ്പോൾ അതിനൊക്കെ ആർക്കും യാതൊരു എതിർപ്പുമില്ല. ഇപ്പോൾ എന്താണ് വലിയ ഒരു തെറ്റായിട്ട് കാണിക്കുന്നത്? വലിയൊരു തെറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഏതോ തരത്തിലുള്ള വലിയ ഒരു അപരാധം സഭ ചെയ്തു, അല്ലെങ്കിൽ പാലാരൂപത അധ്യക്ഷൻ ചെയ്തു എന്നുള്ളതാണ്. പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാൻ പറ്റുന്നത്, എല്ലാവരെ കൊണ്ടും പുറപ്പെടുവിക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യമല്ല. അഭിമന്യ പാലാരൂപത അധ്യക്ഷൻ നടത്തിയത്
ഒരു പ്രവാചക ശബ്ദമാണ്. എന്ത്? ഇതാ മക്കളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട് എങ്കിൽ ആ മക്കള് കൂടുതലായിട്ട് ഉണ്ടാകുന്ന മക്കളെ നോക്കുന്നതിനും അന്വേഷിക്കുന്നതിനും രൂപത തയ്യാറാണ്. ഞങ്ങൾ വേണ്ടുന്ന പ്രോത്സാഹനം തരാം. പക്ഷെ ഇതിനെ നമ്മുടെ ചാനൽ ചർച്ചയിൽ പലപ്പോഴും കേട്ട ഒരു കാര്യം ഞാൻ ദുഃഖകരം എന്ന് തന്നെ പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. ഇത് ഏതാണ്ട് പ്രോത്സാഹനം എന്ന രീതിയിലായിട്ടാണ് പലരും അവതരിപ്പിച്ചത്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. വികലാംഗ പെൻഷൻ കൊടുക്കുന്നുണ്ട്. മക്കൾ വികലാംഗരായി പിറക്കണമെന്ന് ഏത് മാതാവാണ്, ഏത് പിതാവാണ് ആഗ്രഹിക്കുന്നത്? വിധവ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഭാര്യമാര് വിധവകളാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ 1500 രൂപയോ 2000 രൂപയോ ലഭിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയാണോ വിധവ പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ മക്കളെ വളർത്തുന്നതിൽ ചില ഇൻസെന്റീവുകൾ കൊടുത്താൽ അത് മാതാപിതാക്കന്മാർക്ക് സഹായകരമാകും എന്ന് രൂപതാധ്യക്ഷന് ബോധ്യമുള്ളത് കൊണ്ട് പ്രവാചക ശബ്ദം എന്ന് തന്നെ ഞാൻ പറയട്ടെ, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് അഭിനന്ദ പിതാവ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ മുന്നേറ്റം, ഈ സഭ നടത്തിയ മുന്നേറ്റം തീർച്ചയായും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യവും കൂടി പറയട്ടെ. കാർഷിക പശ്ചാത്തലമുള്ള ഒരു ജനതയാണ് പാലായിൽ ഉള്ളത്. മീനച്ചിൽ താലൂക്ക് എന്ന് പറയുന്നത് എല്ലാ കാലത്തും കാർഷിക രംഗത്തെ മുന്നേറ്റത്തിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചതാണ്. മലബാർ കുടിയേറ്റവും ഹൈറേഞ്ച് കുടിയേറ്റവും എല്ലാം നടത്തിയതിൽ നല്ല ഒരു ശതമാനവും മീനച്ചിൽ താലൂക്കുകാരായിരുന്നു. മീനച്ചിൽ താലൂക്കിലെ ഈ കരുത്തരായ കാർഷിക വൃത്തിയോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും മക്കളുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നവരാ. അതിൽ നിന്ന് പിന്നാക്കം പോയപ്പോൾ സ്വാഭാവികമായും മക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്നതിന് രൂപതാധ്യക്ഷന് ബാധ്യതയുണ്ട്. ആ വലിയ ബാധ്യതയും ആ വലിയ ഉത്തരവാദിത്വവും ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക വൃത്തിയിൽ നിന്ന് നിങ്ങൾ പുതിയ ചില മുളകൾ പുറപ്പെടുവിക്കണം എന്ന വലിയ ഒരു ചിന്തയും കൂടിയാണ് അഭിനന്ദ പിതാവ് നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ വിത്തിനങ്ങൾ നൽകുന്നതിനും എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ PSWS എന്ന പേരിൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തരുന്നുണ്ട്. തീർച്ചയായും. ശ്രീ PC ജോർജ്, അങ്ങയോടാണ്. നമുക്കറിയാം, ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഈ ഉത്തരവാദിത്വം ക്രൈസ്തവ സമുദായത്തിൻ്റെത് മാത്രമാണോ? മറ്റ് ചില സമുദായങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ ജനസംഖ്യ വർധനവിനെ കുറിച്ച് ഈ സർക്കുലറിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? ശ്രീ PC ജോർജ്. ബഹുമാനപ്പെട്ട ജോർജ് കണ്ണുവലിന്റെയും ജയശങ്കറിന്റെയും സാബുവിന്റെയും പ്രസ്താവനകളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ആർക്കാ ഇത്ര വിഷമം? ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ക്രൈസ്തവ സമൂഹത്തിനെതിരായ കള്ളപ്രചരണവും തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത് ബ്ലാക്ക് മാസ്, ലോകം മുഴുവൻ ബ്ലാക്ക് മാസ്. ക്രൈസ്തവ സഭയെയും യേശുവിനെയും മോശമാക്കണം. ആ ബ്ലാക്ക് മാസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുൽസിത പ്രവർത്തനം എത്രയോ രൂക്ഷമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. നമ്മളെ ഒരു 4 കന്യാസ്ത്രീകളെ പുറത്തായി. ആ കന്യാസ്ത്രീകള് അറിയാവില്ല, ഇപ്പോ നമ്മുടെ ഫ്രാങ്കോ പിതാവായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് ഈ രാജ്യത്ത് പത്രം കൊടുത്ത് എത്ര വലിയ പ്രചരണമാണ് കൊടുത്തത്. ഞാനന്ന് പറഞ്ഞു, കന്യാസ്ത്രീ അമ്മയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പ് പോയി സത്യാഗ്രഹിക്കും എന്ന് ഹൈക്കോടതി മുമ്പിൽ ഇരുന്നു വാർത്ത സൃഷ്ടിക്കാൻ. ഇത് ശരിയായ നടപടിയല്ല, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? ആ 4-5 എണ്ണം ഇവിടെ കൊല്ലങ്ങാടെടുത്ത് ഒരു 7 ഏക്കർ സ്ഥലം എടുത്ത് അവിടെ പോയി നടക്കും, നിങ്ങളൊന്ന് അന്വേഷിക്ക്, പറയാവോ? അതുപോലെ തന്നെ വേറൊരു കന്യാസ്ത്രീ വന്നു വയനാട്ടിൽ നിന്ന്, കാർ ഓടിച്ചിങ്ങ് പോരുക, കാർ ഓടിച്ച് തിരിച്ചു വന്ന് സമരം ഉണ്ടാക്കുക, തിരിച്ചങ്ങോട്ട് പോവുക, എന്നിട്ട് കത്തോലിക്ക സഭയും ബിഷപ്പന്മാരും മുഴുവൻ ചീത്ത പറയുക. അത് പൊക്കി പിടിക്കുക ചാനലുകാർ പറയണം, പത്രങ്ങളും. ഇപ്പൊ എന്തായി? അവരെ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചെന്നു. ഹൈക്കോടതി പറഞ്ഞ് ബോധമല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പോരെ? ഹൈക്കോടതി വിധി ഉണ്ടല്ലോ. ഹൈക്കോടതി നിങ്ങൾ ഇടപെടാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറഞ്ഞു. കോടതി ശരിയല്ല എന്ന് കോടതി തെളിയും പറഞ്ഞ് കിടക്കുക അവര്. അതൊക്കെ ദൈവനിശ്ചയമാണ്, ഞാൻ സമ്മതിക്കുക. കാരണം സാത്താന്റെ പ്രവർത്തനമുണ്ട്, ദൈവമുണ്ട്, ചെയ്താനുമുണ്ട്. ദൈവമുണ്ടെങ്കിൽ പഠിച്ചിരുന്നോ കേൾക്കുന്നവർ, ദൈവമുണ്ടെന്ന് നമ്മൾ പറയുന്നതെങ്കിൽ ചെയ്താനും ഉണ്ടെന്ന് അംഗീകരിക്കണം. അതാണ് ബ്ലാക്ക് മാസ്. സഭയെ അപമാനിക്കാൻ, യേശുവിനെ അപമാനിക്കാൻ. വിശുദ്ധ കുർബാന കൊണ്ട കൊടുത്താൽ 50,000 രൂപ കൊണ്ട് കൊടുത്തു, അറിയാവോ? വിശുദ്ധ കുർബാന കൊണ്ട കൊടുത്താൽ 50,000 രൂപ. എന്താ? വെറും 2 രൂപ വിലയില്ലാത്ത പണം മുടക്ക് നോക്കിയാൽ 2 രൂപ വേണ്ട ഒരു തിരുവോസ്തിക്ക്, അത്ര മുടക്ക് വരുന്നില്ല. ആ തിരുവോസ്തി കുർബാന ചൊല്ലിയ തിരുവോസ്തിയാണ്, അത് അവർക്കറിയാം. കൊണ്ട കൊടുത്താൽ അതെ കാറ് തുപ്പുക. ഈ പാലായിട്ടുണ്ട്,
ഇവിടെ പറഞ്ഞു ഞാനിതൊക്കെ വെള്ളം വ്യക്തമായ ബോധ്യത്തോടെ പറയുന്നത് അറിയാമോ? അത് കാറി തുപ്പുക, ചവിട്ടുക, യേശു നശിക്കട്ടെ, യേശു കള്ളൻ, യേശു പെരുങ്കള്ളൻ, ഇങ്ങനെ കുറയണം. ഇവർക്ക് പ്രചോദനം നൽകാൻ കുറെ മാധ്യമങ്ങൾ, വൈദികർ ഇടപെടണം, പിതാക്കന്മാർ ഇടപെടണം, അങ്ങനെ ചെയ്യണം. സഭയ്ക്കെതിരെ ഞാൻ പറയട്ടെ വേറൊരു കാര്യം. ഇവിടെ ഇന്നലെ ചാനൽ നിന്ന് ഞാൻ ഒരാളോട് ക്ഷോഭിച്ച് പറയേണ്ടി വന്നു. അവൻ ആരാന്ന് എനിക്കറിയാം. അവൻ ജനിച്ച മുതൽ കത്തോലിക്ക സഭയ്ക്കെതിരാ, ക്രൈസ്തവ സഭയ്ക്കെതിരാ. അവിടെ പിതാവിനെ നശിപ്പിക്കാൻ വേണ്ടി ആലഞ്ചേരി പിതാവിനെതിരെ കേസ് കൊണ്ട് നടക്കുക. അവനെയാണ് ചാനലുകാർ ചുവന്നുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ചുവന്നുകൊണ്ട് നടന്നു, ചാനലുകാരോട് നമ്മൾ ചുവന്നു, പക്ഷെ ഫലമില്ല. ഇത് വല്ല കല്ലച്ചൽ എഴുതുപോലുള്ള സഭയാണ് ക്രൈസ്തവ സഭ. ഇതിനകത്തൊന്നും ഈ വേല ചെലവാകില്ല. ഇവിടെ ബിഷപ്പന്മാര് പറഞ്ഞാൽ ബിഷപ്പന്മാർ വിമർശിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെയാ വിമർശിക്കുന്നത്, അല്ല റോഡിലല്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ ആലഞ്ചേരി പിതാവ് അങ്ങനെ ഒരു ശുദ്ധനായതുകൊണ്ട് എന്ത് ചെയ്യാം. അങ്ങേർക്ക് ചേർന്ന് തൃശ്ശൂർ എറണാകുളത്തിന്റെ വിധ വേറെ ഒന്ന് രണ്ട് അച്ഛന്മാരും പഴിച്ചു പോയിട്ടുണ്ട്. അവരും കത്തോലിക്കലാന്ന് വൈദികരാന്ന് പറഞ്ഞ് ലോഹ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക. വിവരക്കേട് മാത്രം പറയുന്നത് കുറെ എണ്ണം. ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കുക. എറണാകുളത്ത് ഈ സാബുനെ പോലുള്ള ആളുകൾ എറണാകുളത്തൊന്നും ഇല്ലേ? മര്യാദ പഠിപ്പിച്ചു വിടണം ഇവരൊക്കെ, മനസ്സിലായില്ലേ? സഭയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ആലഞ്ചേരി പിതാവ് പാവമായിട്ട് ഇതെല്ലാം കേൾക്കുന്നു. അല്ല എന്താ, കോടതിക്ക് കൊണ്ട് കേസ് കൊടുക്കും. ആ ഈ റോഡിൽ കൊണ്ട് അപമാനിക്കും. പിതാവ് ശുദ്ധനായതുകൊണ്ട് ഒന്നും മിണ്ടുകയില്ല, കരയും. അങ്ങനെ കരയുന്നതിന്റെ കുഴപ്പമുണ്ട്. തന്റേതായിട്ട് വർത്തമാനം പറയാൻ പഠിക്കണം. ഞാൻ കല്ലറങ്ങാട്ട് പിതാവ് വളരെ മാന്യനാണ്. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഒരു സബ്ജക്റ്റ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? ഞാൻ വേറൊന്നും സമയം ദീർഘിപ്പിക്കല്ല. കേരളത്തില് ഏത് സമൂഹമായിട്ട് അറിയപ്പെടുത്തി മറ്റു സമുദായങ്ങളൊന്നും മോശം ഞാൻ പറയുന്നില്ല. ഇവിടെ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ 1 രൂപ വാങ്ങിയ ചരിത്രം പാലാമോ? ഇതേ അരുവിത്ര കോളേജ് ഉണ്ട്, എന്റെ അടുത്ത കോളേജാ. അവിടെ പഠിക്കുന്ന 60% കുട്ടികൾ മുസ്ലിങ്ങളാ. നിങ്ങൾക്ക് അറിയാമോ? ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല കോളേജ് ആശുപത്രി നടത്തുന്നത്. ആതിരാലയം നടത്തിയ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണോ? അതിന് ഉദാഹരണമായിട്ടാ പറഞ്ഞ അരുവിത്ര കോളേജിൽ 60% മുസ്ലിം കുട്ടികളാ. അറിയാമോ? എന്താ കുഴപ്പമാണ്? ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങൾ സന്തോഷിക്കുക. ഞാൻ ആ അരുവിത്ര ഇടവക്കാരൻ, അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. എനിക്കതിന് വർഗീയത പറയുന്നത് അനുഭാവം ഇല്ലെങ്കിലും വേദന കൊണ്ട് ഇതൊക്കെ പറഞ്ഞു പോവുക. ഒന്ന് ആലോചിച്ച് എന്തൊരു മര്യാദകളായി കാണിക്കുന്നത്. സഭയുടെ സ്വത്ത്, സഭയ്ക്കുള്ള സ്വത്ത്, വിശ്വാസികളുടെ സ്വത്ത്, അത് വേദനിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നതിന് വേണ്ടി ഇത്രമാത്രം ബഹളം വെക്കേണ്ട കാര്യം എന്താ? ഇത്ര വിഷമം? ഞാൻ അതാ പറഞ്ഞത്. ക്രിസ്ത്യൻ സഭയെയും കത്തോലിക്ക മെത്രാന്മാരെയും അപമാനിക്കുന്നതിനെ പൊക്കിപ്പിടിക്കുന്ന നാറിയ മനസ്സിന്റെ ഉടമകളായ ഒരു പറ്റം മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് നിഷ്പക്ഷമായി മറ്റു മതസ്ഥരും അറിയുക. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകരുത്. ഇതിനൊക്കെതിരെ ജാഗരൂകരായി നമ്മുടെ ആളുകൾ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹത്തിലെ മാന്യന്മാർ നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ശ്രീ PC ജോർജ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ നാടിൻ്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രൈസ്തവ സമുദായം ചെയ്തിട്ടുണ്ട്. ശ്രീ PC ജോർജ് അതിനെപ്പറ്റി വിശദമായി സംസാരിച്ചു. നാടിൻ്റെ വികസനത്തിന് എതിരായി ഒരിക്കലും ക്രൈസ്തവ സമുദായം നിലകൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച ഒരു സർക്കുലർ, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നാൽ അത് മാറ്റി സ്ഥാപിക്കണം എന്നൊക്കെ. ഈ നാടിൻ്റെ വികസനത്തിനും ഈ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു നിലനിൽപ്പ് അത്യന്താപേക്ഷിതമല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ? തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞല്ലോ. ഞാൻ തന്നെ അതിന്റെ ഗുണം അനുഭവിച്ച ഒരാളാണ്, ഗുണഭോക്താവാണ്. തീർച്ചയായിട്ടും അത് ആ മാനുഷിക മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പണ്ട് എന്നത്തെക്കാളും ഇപ്പോൾ കൂടുതൽ പ്രസക്തമായിരിക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ കള്ളിവയലിനോട് ചോദിച്ച് അദ്ദേഹം ഭാഗികമായി ഉത്തരം പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ആ ഉത്തരം പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം മാധ്യമ പ്രവർത്തകർ ക്രൈസ്തവ സമൂഹത്തെ പൊതുവിലും കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും എതിർക്കുന്ന മനസ്സിലാക്കാം. അതിനെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതാണ്. വിമർശനം, ആരോഗ്യകരമായ വിമർശനം തീർച്ചയായിട്ടും ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യവുമാണ്. പക്ഷെ പലപ്പോഴും ഇത് അതിരുകടന്ന വിമർശനം അല്ലെങ്കിൽ അവഹേളനത്തിലേക്ക് പോകുന്നതിന്റെ 2 കാരണങ്ങൾ. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, മാധ്യമ ഉടമസ്ഥരിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തകരിൽ തന്നെ കത്തോലിക്ക സമുദായത്തിലുള്ള ആളുകൾ ഇപ്പോൾ കുറവാണ്. ഈ കേരളത്തിലെ ക്രൈസ്തവരായ മാധ്യമ പ്രവർത്തകരെ എടുത്തു നോക്കിയാൽ എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകർ വളരെ കുറച്ചു പേര് മാത്രമേ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമതും പ്രധാനപ്പെട്ടതുമായ കാരണം
നമുക്ക് ക്രൈസ്തവരെ ധൈര്യസമേതം വിമർശിക്കാം, എതിർക്കാം, ആക്ഷേപിക്കാം, അവഹേളിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ക്രൈസ്തവർ സമാധാന പ്രേമികളാണ്, ജനാധിപത്യവാദികളാണ്. വിമർശിച്ചാലും കുലഭ്യം പറഞ്ഞാലും അത് കേട്ട് സമാധാനമായിട്ട് പോകുന്നവരാണ്. നേരെ മറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറച്ച് മിതമായൊരു ഉദാഹരണം പറയാം. ഇടുക്കി മെത്രാൻ ആയിരുന്ന മാർ ആനിക്കുഴിക്കാട് വളരെ സ്വകാര്യമായ ഒരു വേദിയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ SNDP കുറിച്ച് നടത്തിയ പരാമർശം, അതേ തുടർന്ന് ഇവിടെ ഉണ്ടായ കലാപം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് ആ പാവം അതിൽ നിന്ന് കരി ഊരിയതെന്ന് നമുക്കറിയാം. അത് സംഭവിച്ച കാര്യം. ഇതുപോലെ ഇപ്പൊ ഈ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാരാണ് അല്ലെങ്കിൽ ഒരു മൊല്ലാക്കയാണ് ഇതുപോലെ പ്രസംഗം നടത്തുന്നത്, അതിനെ വിമർശിക്കാൻ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും? മനോരമയ്ക്ക് ധൈര്യം ഉണ്ടാവും, മാതൃഭൂമിക്ക് ധൈര്യം ഉണ്ടാവും, ഒരാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. ധൈര്യം വരികയില്ല. കാരണം അതിന്റെ പ്രത്യാഘാതം അതിഭയങ്കരമായിരിക്കും. ആ മാധ്യമ സ്ഥാപനം ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന് തന്നെ ആലോചിക്കും. ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം നമുക്കറിയാം. കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായി? ഒരു പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ സംഭവത്തിനെതിരെ ഒന്ന് രണ്ട് വാർത്തകൾ ശക്തമായിട്ട് കൊടുത്തപ്പോൾ മനോരമയുടെ പഠിക്കും കൂടി ഈ മൗലികവാദികൾ എന്ന് പറഞ്ഞ വിധ്വംസകവാദികളായിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ പ്രസംഗവും അവർ നടത്തിയ പ്രകടനം ഓർമ്മയുണ്ട്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അതുകൊണ്ട് എന്ത് പറ്റി? മാമൻ മാത്യു അല്ല, അന്ന് കാർന്നൂരി ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അടക്കമുള്ള ആളുകൾ ഭയചകിതരായി. കാരണം അവർക്ക് കയ്യും കാലും തലയൊക്കെ യഥാസ്ഥാനത്ത് വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം മുതൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടുള്ള ഒരു വാർത്തയും മനോരമയിൽ വരാതെ. അതുകൊണ്ടാണ് ഇപ്പോഴും ഏറ്റവും നയത്തിൽ വെണ്ണ പുരട്ടി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കും. മറ്റൊരു പത്രത്തെക്കാളും ആ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഞാൻ ഈ എല്ലാ പത്രങ്ങളും വായിക്കുന്ന ആളാണ്, ദീപിക അടക്കം വായിക്കുന്ന ആളാണ്. അപ്പൊ ഒരു പ്രധാന സംഗതി ഇതാണ്, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം മതമൗലികവാദികൾ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വിമർശിക്കുന്നതിന് വലിയ പരിധിയുണ്ട്. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. അപ്പൊ അത് മാത്രമല്ല, മീശ നോവൽ വന്ന കാലത്ത് മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കണം എന്ന് മാത്രം. മാതൃഭൂമിക്ക് പരസ്യം കൊടുക്കുന്ന ആളുകളെ ഇവര് പിടിച്ചിട്ട് പരസ്യം കൊടുക്കരുത് എന്ന് പറയും. ഭീമ ബ്രദേഴ്സ് പോലെ വലിയ സ്വർണ്ണാഭരണശാലകൾ പോലും മാതൃഭൂമിക്ക് പരസ്യം കൊടുക്കാതായും അവസാനം വീരേന്ദ്രകുമാറും PV ചന്ദ്രനും പെരുന്നയിൽ സാക്ഷാൽ സുകുമാരൻ നായരെ നേരിട്ട് പോയി കണ്ട് ഖേദപ്രകടനം നടത്തുകയും വാരികയുടെ പത്രാധിപരെ പിരിച്ചുകൊണ്ടും ചേർന്ന് പ്രശ്നം അവസാനിപ്പിച്ചു. മനസ്സിലായി? അപ്പൊ നായന്മാർ പോലും ആ നിലവാരത്തിലെത്തി എന്ന് പറയുമ്പോൾ കത്തോലിക്കർ ഇപ്പൊ ബുദ്ധമതക്കാരെക്കാളും അധികം അഹിംസാവാദികളായി മാറിയതിന്റെ ഒരു കുഴപ്പം കൂടി ഉണ്ട് ഇതിനകത്ത്. ഞാൻ നിങ്ങൾ ഗുണ്ടായുസം കാണിക്കണം നല്ല പറഞ്ഞത്. ബാക്കി എല്ലാവരും ഗുണ്ടായുസത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നായന്മാരും ഈഴവരും മുസ്ലിങ്ങളും ഒക്കെ മൈറ്റ് ഈസ് റൈറ്റ് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കത്തോലിക്കർ മാത്രമേ ഇങ്ങനെ അഹിംസാവാദികളായിട്ട് തുടരുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ എല്ലാവരും ഇതുപോലെ ഹിംസാത്മകമായിട്ട് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിൽ സംഘർഷം വർദ്ധിക്കും, സംഘടനകൾ വർദ്ധിക്കും, പിന്നെ ക്രമസമാധാന നില, അവാർഡ് നിലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് ലളിതമല്ല. പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ നല്ലൊരു ഭാഗം പഴയ SFIക്കാരാണ്. ഇവിടെ പഴയ KSUക്കാരെന്ന് പറയേണ്ടത് എനിക്ക് തോന്നുന്നു വിനു വി ജോൺ, അയാൾ SFIക്കാരനാണ്. നിഷ പുരുഷോത്തമൻ, ഇങ്ങനെ 1-2 പേര് ഒഴിച്ചാൽ 3-4 പേര് ഒഴിച്ചാൽ. പിന്നെ ഒരു നല്ല വിഭാഗം ഈ ജിഹാദി എലമെന്റ്സ്, അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് അറിയാം ആരൊക്കെയാണ് ഇതെന്ന്. ആ രീതിയിലുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ സമുദായത്തെ മൊത്തത്തിൽ താഴ്ത്തി കെട്ടുന്നതിന് അല്ലെങ്കിൽ അകാരണമായും അടിസ്ഥാനരഹിതമായിട്ട് വിമർശിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തെയും താറടിച്ച് കാണിക്കുന്നതിനുള്ള ത്വര തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള ഒരു നിലപാട് ജനസംഖ്യാ നിയന്ത്രണത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ്. UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് അനുകൂലമായിട്ടുള്ള ബില്ലുകൾ വരുന്നു. പക്ഷെ അതേസമയം നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം ചർച്ച ചെയ്തത് ക്രൈസ്തവ സമുദായത്തിന്റെ ജനസംഖ്യയുമായി വളരെ ഭീകരമായുള്ളൊരു പ്രശ്നമാണ് ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ നിലപാട് എന്തായിരിക്കണം? ശ്രീ രാഹുൽ ഈശ്വർ. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ള സങ്കല്പമാണ്, അഥവാ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ്. ക്രൈസ്തവ സമുദായത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് 1.8 ആണ്. ഹിന്ദു സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് 1.3 ആണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് അറൌണ്ട് 2.6 ആണ്. എല്ലാ സമുദായങ്ങൾക്കും ഏറ്റവും മിനിമം വേണ്ട ഫെർട്ടിലിറ്റി റേറ്റ് ശാസ്ത്രീയമായി
റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന 2.1 എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പറാണ്. ഇത് നമുക്ക് ഇല്ല എന്നുള്ളതാണ്, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിശിഷ്യ ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് PC ജോർജ് സാറിനെ പോലുള്ള ആൾക്കാർ ഇന്നലെ വളരെ ശക്തമായി ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ 10-50 വർഷമായി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ് ഓവറായിട്ട് ഒരുപക്ഷെ പോപ്പുലേഷൻ കൺട്രോളിലേക്ക് പോയി ഒരു അപകടത്തിലേക്കായതാണ്. ഇതുകൊണ്ട് ആരാധ്യനായ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് ഡെമോഗ്രഫിക് വാക്യൂമാണ് ഇന്ന് യൂറോപ്പ് അടക്കം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, അഥവാ ജനസംഖ്യ ഇല്ലാതാകുന്നത്. നമ്മൾ അണ്ടർ പോപ്പുലേഷനിലേക്ക് പോവുകയാണ്. അതിന്റെ വലിയ തെളിവാണ് എന്റെ അമ്മ വീടുള്ള പത്തനംതിട്ട അടക്കം ഓൾറെഡി പോപ്പുലേഷൻ ഡിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ അത് ശാസ്ത്രീയമായ കണക്കാണ്, ഇതിനെക്കുറിച്ച് കള്ളം പറയാൻ പറ്റില്ലല്ലോ. ഈ നമ്മുടെ ഇടയിലെ സോകോൾഡ് ലെഫ്റ്റ് ലിബറലുകൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാവില്ലല്ലോ. അവിടെയാണ് 2 to 3 ഹെൽത്തി ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാവർക്കും വേണം. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇതിൽ നമ്മൾ മറുഭാഗത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ടുവരണ്ട. അങ്ങനെയാണെങ്കിൽ ഡിബേറ്റ് പലപ്പോഴും വഴിതെറ്റിപ്പോവും, പിന്നെ അതിന്റെ പേരിൽ ഇസ്ലാമോഫോബിയയുടെ ഡിബേറ്റ് ആയി പോവും. പക്ഷെ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഹിന്ദു വിഭാഗങ്ങളുടെയും ജനസംഖ്യ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാട് നോക്കൂ. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ആണ് ഒരു രാജ്യത്തിന്റെ ശക്തി. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ശക്തി. അതായത് ഞാനും അങ്ങും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് പോപ്പുലേഷൻ ഒരു ലയബിലിറ്റി ആണ് എന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു പോപ്പുലേഷൻ ലയബിലിറ്റി അല്ല, പോപ്പുലേഷൻ അസറ്റ് ആണ്. നമ്മൾ ഇനി അടുത്ത വരാൻ പോകുന്ന 25 വർഷം ഇന്ത്യ ലോകത്തിലേക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ എക്സ്പോർട്ട്, ഏറ്റവും വലിയ കയറ്റുമതി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മുടെ ഗവൺമെന്റുകൾ പോലും അത്തരം പോളിസിയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അരക്ഷിത ബോധം കൊടുക്കാതെ അവരുടെ ഇടയിലും ഒരു വലിയ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒന്നും ഇല്ല. കാര്യം 2.6 ആണ് അവരുടെ കേരളത്തിലെ റേറ്റ് ആണെന്ന് എന്റെ ധാരണ. 2.3 ആണ്, 2.6 നാഷണൽ ലെവലിലാണ്, 2.3 കേരളത്തിലും. ആ രീതി 2.5 അനുസരിച്ചേ ഉള്ളൂ. ഇത് അപകടകരമായ ഒരു വിഷയമല്ല. പക്ഷേ അപകടകരമായ വിഷയം യേശു ക്രിസ്തു ബൈബിളിൽ സൂചിപ്പിക്കുന്നത് പോലെ അവന്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കണ്ണിലെ കോലെടുക്കണമെന്ന് ഓർത്താൽ മതി. അതായത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളിലും വിശിഷ്യ ഹിന്ദുക്കളിലും അടക്കം ജനസംഖ്യ ഡിപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനെ പോപ്പുലേഷൻ ഇംപ്ലോഷൻ എന്നാണ് വിളിക്കുക. ഇന്ന് നമുക്കുണ്ടാകുന്ന ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഇല്ലാതാകുന്നു. ഈ റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ചൈന, ജപ്പാൻ, യൂറോപ്യൻ നേഷൻസ് ഇന്ന് മാറി ചിന്തിക്കുന്നത്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഷേഖിന TV പോലെ വളരെ സീരിയസ് ആയ വിഷയങ്ങൾ എടുക്കുന്നത്. ഇതിനെ എതിർക്കുന്ന ലെഫ്റ്റ് ലിബറൽ ലോബിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെയും തെറ്റല്ല. കാര്യം അവർ പഠിച്ചു വെച്ചത് അവർ പറയുന്നേ ഉള്ളൂ. ഇതിനെ പറയുമ്പം രണ്ട് പേർക്കാണ് കൊള്ളുന്നത്. ഒന്ന് ലെഫ്റ്റ് ലിബറലുകാർ നമ്മളെല്ലാം കൺസർവേറ്റീവും വർഗീയവാദികളുമാണെന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് വെക്കും. രണ്ട്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരെ പറയാൻ വേണ്ടിയാണോ നമ്മൾ ഇതെല്ലാം പറയുന്നത്, ഇൻസുനുവേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകും. അതുകൊണ്ട് മുഖ്യധാര മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്ത് ലെഫ്റ്റ് ലിബറുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതാകും. ഒരു 10 സെക്കൻഡ് കൂടി എടുത്ത് ഒരു കാര്യം കൂടി പറയാം. എന്താണ് ഈ 2.1 എന്ന മാന്ത്രിക നമ്പറിന്റെ അടിസ്ഥാനം? ഒരച്ഛനും അമ്മയും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അതായത് ഇന്ന് ലോകത്തിൽ 100 പേരെ ഉള്ളെന്ന് കരുതുക. ആകെ കൂടെ ലോകത്തിൽ 100 പേരേ ഉള്ളൂ. 50 ആണും 50 പെണ്ണും. ഈ 50 ആണും 50 പെണ്ണും കല്യാണം കഴിച്ചാൽ 100 പേരുള്ളതിന്റെ തലമുറയിലെ അടുത്ത തലമുറയിൽ 50 പേരുണ്ടാകും. ഇവര് പരസ്പരം കല്യാണം കഴിച്ചാൽ അതിന്റെ അടുത്ത തലമുറയിൽ 25 പേരുണ്ടാകും. അതിന്റെ അടുത്ത തലമുറയിൽ 12 പേരുണ്ടാകും. അതിന്റെ അടുത്ത തലമുറയിൽ 6ഉം അതിന്റെ അടുത്ത തലമുറയിൽ 3ഉം അതിന്റെ അടുത്ത തലമുറ ഇല്ലാതാകും. ഈ വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്ന അപകടകരമാണ്. യോഗി ആദിത്യനാഥിന്റെ പോളിസിയെ വിശ്വ ഹിന്ദു പരിഷത്ത് തുറന്നെതിർത്തിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര നേതൃത്വം വന്ന് നിങ്ങൾ ഈ വൺ ചൈൽഡ് പോളിസി അടിച്ചേൽപ്പിക്കരുത്, അത് പോപ്പുലേഷൻ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇംപ്ലോഷനിലേക്ക് നയിക്കും. നമ്മൾ നമ്മുടെ ഡെമോഗ്രഫിക് ഗോള് 20 വർഷം മുമ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കേരളം 20 വർഷം മുമ്പ്. ഇനിയും നമ്മൾ പോപ്പുലേഷൻ ഡിപ്ലീഷനിലേക്ക് പോവാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന അഭ്യർത്ഥന, ജോർജ് സാറിനെ പോലുള്ളവർ, ഷെക്കീന ടെലിവിഷനെ പോലുള്ളവർ, സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ ഈ സത്യം ഏറ്റവും നല്ല രീതി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി നിർബന്ധമായും ക്രിസ്ത്യാനികൾ എന്ന് ചെയ്യുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസവും പേരന്റിങ്ങും പള്ളികളിലും അമ്പലങ്ങളിലും അടക്കം മുമ്പോട്ട് കൊണ്ടുവന്ന് കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യം അല്ലെങ്കിൽ ഹെൽത്തി ഫെർട്ടിലിറ്റി റേറ്റ് പറയണം. ഇത് നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞ അവരെന്ത് പറയുന്നറിയാമോ? ഞങ്ങളെ പ്രഗ്നന്റ് ആവാനുള്ള ഫാക്ടറികളായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അത് നമ്മുടെ ഈ സ്കൂൾ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാ. അതായത് നമ്മുടെ പെൺകുട്ടികളെ സ്കൂൾ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ച് നിങ്ങളെ പുരുഷ മേധാവിത്വം ബേബി പ്രൊഡ്യൂസിങ് ഫാക്ടറിയായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 50 വർഷം പഠിപ്പിച്ച് വഴിതെറ്റി വെച്ചിരിക്കുന്നതാ. പക്ഷേ നമ്മുടെ സ്ത്രീകളെ കൺവിൻസ് ചെയ്ത് ഇതൊരു അവരുടെയും ഫിസിയോളജിക്ക് ആവശ്യമാണ്.
ഈ വർഷവും എന്റെ ധാരണ ശരിയാണെങ്കിൽ പോപ്പ് ഇയർ ഓഫ് ദി ഫാമിലി ആയിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃത്യവാക്ക് എനിക്ക് ഓർമ്മ, ഞാൻ ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ റിലീജിയസ് ഫോളോവർ ആണ്. അദ്ദേഹം പറയുന്നത് ദ ഫ്യൂച്ചർ ഈസ് ഫാമിലി ആൻഡ് ദി ഫാമിലി ഈസ് ദി ഫ്യൂച്ചർ എന്നാണ്. ഭാവി കുടുംബത്തിലാണ്, കുടുംബത്തിലാണ് ഭാവി എന്ന തിരിച്ചറിവ് നമുക്ക് കൊടുക്കണം. ഈ വിഷയം റേസ് ചെയ്ത അവിടുത്തെ ആദരണീയനായ പിതാവ്, ഇതിനെ ശക്തമായി സപ്പോർട്ട് ചെയ്ത പി സി ജോർജ് സാറിനെ പോലുള്ളവർ, ഒരു ഹിന്ദു സമുദായത്തിലെ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ രണ്ടുപേരെയും പ്രണമിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. തീർച്ചയായും. ശ്രീ ജോർജ് കല്ലുവേലിൽ, നേരത്തെ ശ്രീ പി സി ജോർജ് പങ്കുവച്ചതുപോലെ പലപ്പോഴും ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ സ്ഥിരമായി ആശയങ്ങൾ സ്വീകരിക്കുന്നവരാണ് പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു രഹസ്യ അജണ്ടയുടെ ഒരു ഭാഗമാണോ? സഭയെ മനഃപൂർവ്വം കരിവാരി തേക്കുവാനുള്ളൊരു അജണ്ടയുടെ ഒരു ഭാഗമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജോർജ്, ഞാനൊരു മാധ്യമ പ്രവർത്തകനും ഇവരുടെ എല്ലാം സുഹൃത്തുമെന്ന നിലയിലാണ് പല കാര്യങ്ങളും ഞാൻ വളരെ വെട്ടിത്തുറന്ന് പറയാത്തത്. കാരണം അത് എന്റെ ഒരു മാന്യതയ്ക്ക് ചേരാത്തത് കൊണ്ടാണ്. പി സി ജോർജ് പറയുന്നത് പലതും സത്യമാണ്. അത് എനിക്ക് എന്റേതായി പറയാനുള്ള ബുദ്ധിമുട്ടുകളുള്ളൂ. പക്ഷെ സ്വകാര്യ വേദികളിൽ ഞാനിത് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പറയാറുമുണ്ട്. ഇവിടെ നടക്കുന്നത് കൃത്യമായ അജണ്ടയുടെ, താങ്കൾ ചോദിച്ചതിന് കൃത്യമായ ഉത്തരം പറയുകയാണ്. കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള വേട്ടയാടലുകൾ ആണ് നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ വർഗീയവും തീവ്രവാദപരവുമായ അജണ്ടകളുമുണ്ട് എന്ന കാര്യം കാണാതെ പോകും. ഇത് നമ്മൾ കാണാതെ പോകരുത്. കാരണം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് ഇവിടെ ആക്ടിവിസം, അത് റിലീജിയസ് ആക്ടിവിസം ആണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്. പൊളിറ്റിക്കൽ ആക്ടിവിസത്തെക്കാൾ കൂടുതൽ റിലീജിയസ് ആക്ടിവിസം ആണ് മാധ്യമ മേഖലയിൽ കൂടുതലായി നടക്കുന്നത്. അതിന്റെ ഭാഗമാണ് രാജ്യത്ത് തീവ്രവാദം വളർന്നു വരുന്നത്. ഈ തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ, വെള്ളാപ്പള്ളി നടേശനായിരുന്നു ഇപ്പുറത്തെങ്കിൽ ഈ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ധൈര്യപ്പെടുകയല്ലായിരുന്നു. തിരിച്ചു പറയും. കത്തോലിക്കര് അല്ലെ ക്രിസ്ത്യാനികള്, ക്രൈസ്തവര് അവർക്കെതിരെ ഉള്ള ആക്ഷേപങ്ങളോട് വളരെ മിതത്വം പാലിക്കുകയും അതിന്റെ അന്തസ്സാണ് നമുക്കുള്ളത്. ആ മിതത്വം ഉള്ളത് കൊണ്ട് നമുക്കെതിരെ എന്തുമാകാം. മാന്യതയുള്ളവരെ ആക്രമിക്കുന്ന, അതായത് അതൊരു ദൗർബല്യമായി കണക്കാക്കുകയും അത് വെച്ചിട്ട് എന്തും പറയുക, എന്തും ആക്ഷേപിക്കുക, യാതൊരു തെറ്റുമില്ലാത്തടത്ത് തെറ്റ് കണ്ടെത്തുക. പാലാ രൂപത എന്ന് പറയുന്ന ഒരു കത്തോലിക്ക രൂപത, നമുക്കറിയാം ഇന്ത്യയിൽ ആകെ ഇപ്പൊ 2.3% ആണ് ലാസ്റ്റ് സെൻസസിലുള്ളത്. ഇവിടെ ഇന്ത്യയിൽ ആദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 2.9% ഉണ്ടായിരുന്നു ക്രൈസ്തവര്. അത് കഴിഞ്ഞ് ഇതിന് തൊട്ടു മുമ്പിലത്തെ സെൻസസില് 2001 സെൻസസില് ക്രൈസ്തവർ ഇന്ത്യയിൽ 2.7% ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 100 കോടിയിൽ നിന്നും 130 കോടിയിലേക്ക് ജനസംഖ്യ വളർന്നപ്പോൾ ഇപ്പൊ 135 കോടിയായി. ഇവിടെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു, അതുപോലെ മറ്റു മതവിഭാഗങ്ങളുടെയും. പക്ഷേ 2 വിഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതിൽ തന്നെ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഇതുവരെയുള്ള രാജ്യത്തിന്റെ ഒരു സാംസ്കാരിക, അതായത് നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ നാടാണിത്, പ്രത്യേകിച്ച് കേരളം. അതിന് തുരങ്കം വെക്കുന്ന ചില സൂചനകൾ, അതിന് കോട്ടം വരാവുന്ന സൂചനകൾ വളരെ വ്യക്തമായി നമ്മുടെ സെൻസസിൽ തന്നെ കാണാനുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അതായത് മാധ്യമങ്ങളിൽ അവര് കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ, മാധ്യമ പ്രവർത്തകര് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി. ഒരു ഉദാഹരണം ഞാൻ അതിനിടയ്ക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായത്, അതായത് സുപ്രീം കോടതിയില് KM മാണി അഴിമതിക്കാരനാണെന്ന് കേരള സർക്കാരിന്റെ വക്കീൽ വാദിച്ചുവെന്ന് അത് 2 ചാനലുകൾ ഭയങ്കര വലുതായിട്ട് കൊടുത്തു. 24 ന്യൂസ് അടക്കം വേറെ ചില ചാനലുകൾ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. ലൈവ് ലോ അടക്കമുള്ള ഇത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇത് അന്നത്തെ ധനകാര്യ മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു എന്നാണ് ആ വക്കീൽ അവിടെ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞില്ല. പക്ഷെ പറയാത്തൊരു കാര്യം, ഇത് അന്ന് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ രാജ്യത്തെ ആകെ ഞെട്ടിപ്പിച്ച സ്റ്റാൻ സ്വാമിയുടെ മരണം അതൊരു കൊലപാതകമാണ്. അതുപോലും ചർച്ച ചെയ്യാതെ ഇവിടെ ഒരു മാധ്യമം അത് ചർച്ചയ്ക്കിടും. അതിന് പിന്നിൽ എന്താ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട പിന്നീട് അവരിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഞാൻ നുണ എങ്ങനെ പ്രചരിപ്പിക്കുന്നു,
അതിന്റെ പിന്നിൽ എങ്ങനെയാണ് കൃത്യമായ അജണ്ടയുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സന്ദർഭം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അവസാനമായി നമ്മുടെ ചർച്ചയുടെ സമാപനത്തിലേക്ക് വരും. അവസാനമായി ശ്രീ PC ജോർജ്, രണ്ട് ചോദ്യങ്ങൾ അങ്ങയോട്. ഒന്ന്, ശ്രീ ജോർജ് കല്ലുവേലിൽ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ സമുദായത്തെ കരിവാരി തേക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യ അജണ്ടയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഇത്തരം അജണ്ടകൾ വ്യാപകമാകുമ്പോൾ ക്രൈസ്തവ സമുദായം കുറെ കൂടി ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടതല്ലേ ശ്രീ PC ജോർജ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ചർച്ചയിൽ കേട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാഹുൽ ഈശ്വർ വളരെ വളരെ വ്യക്തമായിട്ട് ചില അതിന്റെ മനുഷ്യ ജീവിതത്തിന്റെയും ആ ജനനത്തിന്റെ ചരിത്രം കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ആ കറക്റ്റായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞു നമ്മുടെ പെൺകുട്ടികളെ ഓപ്പറേഷൻ നടത്തേണ്ടി വരും, പ്രസവം. എന്താ കാര്യം? 25 വയസ്സിന് മുമ്പ് പ്രസവിക്കുന്നതാണ് ഗുണകരം ആരോഗ്യപരമായ കുഞ്ഞുങ്ങൾക്കെന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്ന കുടുംബങ്ങൾ ഏത് സമുദായ? മുസ്ലിം കുടുംബങ്ങൾ മാത്രം 16 വയസ്സ് മുതൽ 18 എന്ന് പറയും, 16 നടക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നു. അവരുടെ മുസ്ലിം പെൺകുട്ടികൾ ഒരെണ്ണത്തിന്റെയും കുഞ്ഞുങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. എന്നാൽ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളോ, ഹിന്ദു പെൺകുട്ടി, പ്രത്യേകിച്ച് നായർ പെൺകുട്ടികൾ ഇപ്പോ വരുന്ന എത്രയാ 28, 29 വയസ്സാകുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടി വന്ന് 41 വയസ്സേ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടിയോട് സങ്കടത്തോട് പറഞ്ഞു, എന്റെ പേര് വിസർജനം കിടക്കുന്നില്ല. അപ്പോ ഇത് സാമൂഹ്യമായ ഒരു മാറ്റം, ഒരു വിവരം ജനങ്ങളിൽ ഉണ്ടാക്കിയേ മതിയാവും. ഹിന്ദു ക്രിസ്ത്യൻ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പാടില്ല, പഠിക്കാമല്ലോ. ഇവിടെ അരുത്ര കോളേജിൽ തന്നെ ഒരു 20 കുഞ്ഞുങ്ങളെങ്കിലും ഭർത്താക്കന്മാരുള്ളവരാ കല്യാണം കഴിച്ചവരാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുഴപ്പം? നല്ലോണം പഠിക്കണ്ട, റാങ്ക് പഠിക്കണ്ട, ഫുൾ A+ പഠിക്കുന്ന പിള്ളേരെ കുഴപ്പമില്ല. നമ്മുടെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെ ഒരു തെറ്റായ ധാരണയാണ് നമ്മളങ്ങോട്ട് പിള്ളേരെ കെട്ടിച്ചു വിട്ടാൽ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. കെട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ആരോഗ്യത്തിൽ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ വേണ്ടി വരുന്ന, പ്രസവ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാറിയിരിക്കുന്നത് അപകടകരമാണ്. കാരണം ഇതാണ് കാരണം, ഈ ചെറുപ്പം പ്രായ വ്യത്യാസമാണ്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് എല്ലവരിക്ക് അറിയാമല്ലോ, നമ്മുടെ വേദപാഠം പഠിപ്പിക്കുന്ന കന്യാസ്ത്രീ അമ്മമാരാ. പെൺകുട്ടികളെ പ്രസവിച്ചിട്ടില്ലാത്ത കന്യാസ്ത്രീ അമ്മമാര് വേദപാഠം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ സഭയിലും ഞാൻ വിളിച്ചു വെക്കാതെ പറയാ കളവിലി, നമ്മൾ സഭയിലും കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, നിശ്ചയിച്ചിട്ടൊന്നും കാര്യമില്ല. ആ മാറ്റങ്ങളൊക്കെ സഭ എത്രയും വേഗം നടത്തണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇത് നന്മയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ സമയം കഴിഞ്ഞു. ഇത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ആരെങ്കിലും മിണ്ടുവോ? ഈ സഭയ്ക്കെതിരായിട്ട് ഏതെങ്കിലും കള്ളന്മാർ വന്ന് അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആളുകൾ, ഇവിടെ സെക്കീന ചോദിച്ചതുപോലെ ഈ കള്ളന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ ആളുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് വരുന്നത് സഭയുടെ ഏറ്റവും വലിയ വിരുദ്ധൻ പുറമ്പിക്കൊണ്ട് നടക്കുന്നവനെ പിടിച്ച് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് നമ്മുടെ പ്രമുഖ ചാനൽ അവതരിപ്പിക്കുക എത്രയോ ഭീകരമാണ്. അവിടെ വൈദികരുണ്ട്, ലോ ആയിട്ട് കുറെ കള്ളന്മാരുണ്ട്. സഭയ്ക്കെതിരാ ഇതെല്ലാം ബ്ലാക്ക് മാസ്. പറയാ, നിങ്ങൾ പഠിക്കുക, ബ്ലാക്ക് മാസ് എന്ന് പറയും. അത് ലോകത്ത് മുഴുവനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് കോടിക്കണക്കിന് രൂപയാണ് മുടക്കുന്നത്. അത് എവിടുന്നാന്ന് പറയുന്നില്ല, അറേബ്യൻ രാജ്യത്തു നിന്നാണ് അത് പണം കൂടുതൽ വരുന്നത്. ബ്ലാക്ക് മാസിന് എത്രായിരം കോടി രൂപയാണ് മുടക്കും. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് സമുദായം തമ്മിലുള്ള അകൽച്ച കൂട്ടുന്നുള്ളത് പറയുന്നില്ല. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ചർച്ച അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചർച്ചയുടെ സമാപനത്തിലേക്ക് ഈ കാര്യങ്ങളോട് എനിക്കും പൂർണ്ണ യോജിപ്പാണ്. ഓക്കെ, തീർച്ചയായും നമുക്ക് ചർച്ച സമാപിക്കാം. ജീവന്റെ മൂല്യത്തിന്റെ പ്രോത്സാഹനത്തിനായി മാർ ജോസഫ് കലറങ്ങാട്ട്, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് പുറപ്പെടുവിച്ച സർക്കുലറിന്റെ അന്തസത്ത ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്ന ഒരു പൊതു ആശയമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. ഇതിന് പിന്നിലെ രഹസ്യ അജണ്ടകളെ പറ്റിയും നാം ചർച്ച ചെയ്തു. ഇത്തരം രഹസ്യ അജണ്ടകൾ വർദ്ധിച്ചു വരുമ്പോൾ സഭ ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന ആശയമാണ് ഈ ചർച്ച ഉയർത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ച ശ്രീ PC ജോർജ്, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ജോർജ് കല്ലുവേലിൽ, ഡോക്ടർ സാബു ഡി മാത്യു, 5 പേർക്കും നന്ദി.